ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. വേറെ ഒന്നുമില്ല, ഇന്ന് സൺഡേ നവംബർ 16 വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ വിചാരിച്ച് ഒരു സിനിമയ്ക്ക് പോകാമെന്ന്. ഇവിടെ വന്നിട്ട് റിവ്യൂ ഒക്കെ ഇടാന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കി, പറ്റിയില്ല. വിചാരിച്ച് ഒരു വ്ളോഗായിട്ട് അങ്ങ് ചെയ്യാമെന്ന്. നമുക്ക് അപ്പോൾ നേരെ ഞാനിനി പോയി കുളിച്ചിട്ട് ഇനി വരാം. ഓക്കെ ഗായ്സ്, ഞാനങ്ങ് റെഡിയായി റൂം അടച്ചിറങ്ങിയാണ്. റൂമിനകത്ത് 2 കിടപ്പുണ്ട്. ഉറക്കമാണ്, കാരണം ഞങ്ങളെല്ലാം ഉറങ്ങി പോകാൻ 5 ആയി. നല്ല രാത്രി 3:45 മാഗി ഉണ്ടായിരുന്നു. 3:45 എന്തിൻ്റെ കഴപ്പാണെന്ന് അറിഞ്ഞുകൂടാ. അത് ഉണ്ടാക്കി കഴിഞ്ഞ് തിന്ന് പിന്നെ കിടന്ന് ഉറങ്ങിയപ്പോൾ 5 മണിയൊക്കെ ആയി. ഉറങ്ങട്ട്, ഞാൻ വിളിച്ചില്ല. പിന്നെ പടത്തിന് പോകാമെന്ന് പറഞ്ഞപ്പോഴേ അമ്മര് പറഞ്ഞ് വരണമന്ന്. ഒരുത്തിന് ഇന്ന് ഉച്ചയ്ക്ക് ജോലിയുണ്ട്, അപ്പം ലീവ് എടുത്തുകൊണ്ട് സൺഡേ പണിക്ക് പോകണം. അവൻ വരാത്തോണ്ട് വേറൊരുത്തിന് വരാൻ വയ്യ, അവന് മടി. ചേച്ചി ഒറ്റയ്ക്ക് പോവാന്ന്, സോളോ മൂവി. റൂമിൽ നിന്ന് വെളിയിറങ്ങിയ ഹൈവേ ആണ്, വണ്ടർഫുൾ അല്ലേ. ഈ വഴി നേരെ അങ്ങനെ പോയാൽ ബാംഗ്ലൂരിലോട്ട് പോവാം. ഈ വഴി ഇങ്ങനെ നേരെ പോയാൽ ചെന്നൈയിലോട്ടും പോവാം. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ റൂം. ഇവിടെ രാത്രി 12 മണി കഴിഞ്ഞാൽ പാണ്ടിലോറക്കാരന്മാരുടെ ഒരു ഗാനമേള, അതും കേട്ട് ഉറങ്ങണം. ഇതൊക്കെ എപ്പോൾ തീരുമോ എന്തോ. കുറേ നാളായി ബസ്സിലൊക്കെ പോയിട്ട്. നാട്ടിലായിരുന്നപ്പോൾ ഒരു 2 വർഷത്തിന് മുമ്പ് നിർത്തിയ ബസ് പോക്കൊക്കെ. കൂടുതലും വണ്ടിയൊക്കെ ആയിരുന്നു 2 വർഷത്തിനൊക്കെ. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെയും ബസ്സിലൊക്കെ പോകാൻ തുടങ്ങിയത്. ഒരു നൊക്ലാച്ചെ ഫീൽ. ഇവിടെ നിന്ന് ഒരു 16 കിലോമീറ്റർ എന്തോ ഉണ്ട് തിയേറ്ററിലോട്ട്. അപ്പം നമ്മുടെ കയ്യിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അതില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ ബസ് കയറാൻ പോവുകയാണ്. ഞാൻ ഇനി ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് കാണിച്ചു തരാം. കമ്മാണ്, ഈ കാണുന്നതാണ് ശ്രീപെരുമ്പത്തൂർ ബസ് സ്റ്റാൻഡ്. ഭയങ്കര വിശാലമല്ലേ. ആ വഴി ബസ് വരും, ഈ വഴി ബസ് പോകും. ആ വഴി ബസ് വരും, ഈ വഴി ബസ്. വണ്ടർഫുൾ അല്ലേ. ഞാൻ ഇനി ബാക്കി സാധനം പോവാനുള്ള ബസ് കണ്ടുപിടിച്ച് അത് കയറിയിട്ട് കാണിച്ചു തരാം. നമ്മളതിനെ ബസ്സിൽ കയറി ബസ് പോവുകയാണ്. ഇവിടുത്തെ ബസ്സിൽ പോകണം. വണ്ടർലയൊന്നും ഒന്നുമില്ല, അമ്മാതിരി പ്രാന്തം വരുന്നമാതിരി. ഏതേലും വഴി കൂടിയൊക്കെ കയറ്റി എങ്ങനെയൊക്കെ കൊണ്ടെത്തിക്കും. വണ്ടി നമ്മൾ എത്തിക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് റെയിൽവേ പോണ വഴിയെ കാണണം. 1 വേ റൂട്ടാണ്. ഏതോ വീടിന് 2 സൈഡിൽ വീടൊക്കെ ഉണ്ട്. ഇവിടെ വഴിയൊക്കെയാണ് കൊണ്ട് കയറ്റി കളയുന്നവര് ഭ്രാന്തന്മാരാണ്. സോ ഈ ശ്രീപെരുമ്പത്തൂർ നിങ്ങൾ വന്നാൽ നിങ്ങളോട് കൂടുതൽ കാണുന്നത് കമ്പനീസ്, ഫാക്ടറീസ് ഒക്കെ അങ്ങനെ. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് എവിടെയെങ്കിലും പോകണം അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മിനിമം ഒരു 30 കിലോമീറ്ററിൽ പോകണം. അത് ഇവിടെ നിന്ന് ഞങ്ങൾ താമസം അവിടെ നിന്ന് തന്നെ ഒരു 40-42 കിലോമീറ്റർ താമസിച്ചിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങ് ചെറുപടിയിൽ പോയി കളയും. അതാണ് വേറൊരു വിഷയം. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ചെന്നൈ പോകണമെങ്കിൽ 2 ബസ് കയറണം. ഈ 2 ബസ് കയറി അവിടെ ചെല്ലുന്ന ഇവിടെ നിന്ന് ഒരു 10 മണിക്ക് നമ്മൾ ഇവിടെ 10 മണി നമ്മൾ റൂമിൽ ഇറങ്ങി ബസ് കയറി ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ ആദ്യത്തെ തന്നെ ഒരു 12 മണിയാണ്. അവിടെ നിന്ന് 2ാമത്തെ ബസ് കയറി ചെന്നൈ എത്തുന്ന തന്നെ ഏതാണ്ട് 2 മണിയായി ആവും. ഇത് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും കണ്ടിട്ട് തിരിച്ച് തരാന്ന് വെച്ചാൽ തിരിച്ച് ബസ് കിട്ടി രാത്രി ബസ് ശ്രീപെരുമ്പത്തൂർക്ക്
ബിസിനസ് ഉള്ളത് ഇച്ചിരി പാടാണ്. ഞാൻ കണ്ടിട്ടുള്ളത് ഞങ്ങൾ പോയിട്ട് വരുന്നതിൽ ശ്രീപെരുമ്പത്തൂർ രാത്രി ഒരു 8:30-9 കഴിഞ്ഞാൽ ബസ് കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ തിരിച്ച് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവിടെ കിടക്കും. അവിടെ തിരിച്ച് വരണത് പിന്നെ നോക്കണ്ട, പാട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയായിട്ട് എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇനി അതിനൊന്നും മുന്നേ സമയം കണ്ടുപിടിച്ച് ചെയ്യണം. നമുക്കിനി ഒരു ലീവൊക്കെ ഒരു ലോങ് ആയിട്ട് ലീവെല്ലാം കിട്ടുമ്പോഴും അങ്ങനെ എല്ലാം വരുമ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഇപ്പോൾ ചെയ്യണം. അല്ലാതെ ഇത് ഞായറാഴ്ച ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല. ഇതാണോ ഭയങ്കര പാടാണ്. ഞാൻ പിന്നെ ഇത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് പോകണമല്ലാതെ വേറെ ഒന്നും ഞാൻ പുറത്ത് പോകുന്നില്ല. പോകുമ്പോൾ കാണാനുള്ളത് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ KSRTC പിന്നെയും കുഴപ്പമില്ല. നമ്മൾ മര്യാദക്കുള്ള റോട്ടിൽ കൂടി പോകും. അതുപോലെ കണ്ട റോട്ടിൽ കൂടി കയറി പോകുന്നില്ല. യുവന്മാർക്ക് അവിടെ എത്തണം. അത് ഏത് വഴി എങ്ങനെയൊന്നും നോക്കാൻ കുഴപ്പമില്ല, കൊണ്ടവന്മാരെത്തിക്കും. അതാണ് ഗായ്സ്, നമ്മളിപ്പോൾ അങ്ങനെ കുണ്ടത്തൂരെത്തിയിരിക്കുകയാണ്. അടുത്തുള്ള തിയേറ്റർ നമുക്കിവിടെയാണ്. ഒരു 16 കിലോമീറ്റർ എന്തോ ഉണ്ട്. ഉള്ള ബസ്സിൽ നിന്ന് കുലുങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് തിയേറ്റർ എത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ 700 മീറ്റർ സംതിങ് ഉണ്ട്. അവിടെ നടന്ന് പോകണം. അങ്ങോട്ടുള്ള നടത്തത്തിലുള്ള യാത്രയാണ് ഗൈസ്. ഞങ്ങൾക്ക് റോഡ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിലൊക്കെ തിയേറ്റർ വെച്ചവന് സംഭവിക്കും. ഇതാണ് നമ്മൾ സിനിമ തിയേറ്റർ. 3 മണിക്കുണ്ടാണ് പടം. മണി ഇപ്പോൾ 2:30 ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി അരമണിക്കൂർ ഇവിടെ എവിടെയെല്ലാം കിടന്ന് കറങ്ങി ഇതിലൊക്കെ കഴിച്ചിട്ട് ബാക്കി ഇവിടെ വരാം. ബൈ.